എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഡോക്ടർ, എനിക്ക് വന്നിട്ട് ഹാർഡായിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഫുഡ് അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോൾ എന്റെ ടീത്ത് വന്നിട്ട് പൊടിഞ്ഞു പോകുന്നു. സെൻസിറ്റിവിറ്റി വന്നിട്ടുണ്ടോ? അത് കാരണം സെൻസിറ്റിവിറ്റി വന്നിട്ടുണ്ട്. ടൂത്ത് പേസ്റ്റ് ഞാൻ അതിനുള്ള യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പം അത് മാറും. എന്നാലും ആ പൊടിയുന്നത് എനിക്ക് സ്റ്റോപ്പ് ആകുന്നില്ല. അപ്പൊ നമുക്ക് കാൽസ്യം കുറവാന്ന് പറയുന്നുണ്ട് പൊതുവില്. അപ്പൊ അതുകൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ പല്ലങ്ങൾ പൊടിഞ്ഞു പോകാറുണ്ട്. യൂഷ്വലി പല്ല് നമ്മുടെ പൊടിഞ്ഞു പോകാൻ കാരണം ബിക്കോസ് ഓഫ് ദ ക്യാവിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആസിഡ് ഫോർമേഷൻ. നമ്മുടെ എനാമലില്ല, ടൂത്തിലൊരു എനാമൽ സ്ട്രക്ചർ ഉണ്ടാവും, ഉള്ളിൽ ഡെന്റിനുണ്ടാവും, അതിന്റെ ഉള്ളിലാണ് ഹാർട്ട് പൾപ്പ് ഉണ്ടാവും. എനാമൽ നമ്മുടെ യൂഷ്വലി ഭയങ്കര ഒരു ഡയമണ്ടിന്റെ മാതിരി സ്ട്രോങ് സ്ട്രക്ചറാണ്, ഒരു ഭയങ്കര സ്ട്രോങ് ഉള്ള പല്ല് ശരിക്കും ഭയങ്കര സ്ട്രോങ് ആണ്. അത് അങ്ങനെ വെറുതെ പൊടി പോവില്ല. പൊടിഞ്ഞു പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ റിഡക്ഷൻ ഓഫ് കണ്ടന്റ് കാരണമല്ല, നിങ്ങളുടെ ഒരു മിനറൽസ് കുറവ് കാരണമല്ല. ഇറ്റ്സ് ബേസിക്കലി പറഞ്ഞാൽ നമ്മുടെ ക്യാവിറ്റീസ് ബാക്ടീരിയസ് അവിടെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ആ ടൂത്ത് ഒക്കെ പൊടിഞ്ഞു പോണേ. ദാറ്റ് ക്യാൻ ബി വൺ ചാൻസ് ഓഫ് ഹാപ്പനിങ്. സെക്കൻഡ് ക്യാൻ ബി നമ്മൾ കൂടുതൽ ആസിഡ് ഇൻടേക്ക്, ലൈക്ക് കൂടുതൽ കോക്കോകോള, സ്പ്രൈറ്റും ആ എയറേറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ടാവുന്നില്ലേ, ഗ്യാസ് ഫോർമേഷൻ ഉള്ള സോഡ ഡ്രിങ്ക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിലും ആ ആസിഡ് ഡയറക്ട്ലി നമ്മുടെ ടൂത്തിൽ അറ്റാക്ക് ആവും. അപ്പോഴും നമ്മുടെ ടൂത്തിന്റെ ഇങ്ങനെ പൊടിഞ്ഞു പോകും. തേർഡ് ക്യാൻ ബി ബിക്കോസ് ഓഫ് നമ്മുടെ ആസിഡിറ്റി. ചില പേഷ്യൻസിന് ഗ്യാസ്ട്രിക് ഗട്ട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കാരണം ഓൾസോ വി ഗെറ്റ് ആസിഡ് ഫോർമേഷൻ വരും. എഫോവെസന്റ് ആസിഡ് ഫോർമേഷൻ കാരണം നമ്മുടെ ടൂത്ത് ഇങ്ങനെ പൊടിഞ്ഞു പോകും. പിന്നെ ഫോർത്ത് ക്യാൻ ബി ബിക്കോസ് ഓഫ് നമ്മുടെ ടെമ്പറേച്ചർ ചേഞ്ചസ്. ലൈക്ക് ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് തണുത്ത വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഞാൻ ചൂട് ചായ കുടിക്കുകയാണെങ്കിൽ ആ ടെമ്പറേച്ചർ നമ്മുടെ ഓറൽ ടെമ്പറേച്ചർ മാറി കിട്ടുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ചസ് വരുമ്പോൾ നമ്മുടെ ടൂത്ത് പൊടിഞ്ഞു കൊണ്ടുവരും. So these are the basic reasons. It's not because vitamin C or vitamin D deficiency. Definitely vitamin C or calcium ഒക്കെ കുറയാണെങ്കിൽ യൂഷ്വലി നമ്മുടെ ഗമ്മിലായിരിക്കും കൂടുതൽ എഫക്റ്റ് ആണ്. ബ്ലീഡിങ് ഗംസ്, ആസ്കോർബിക് ആസിഡ് അത് കുറവാണെങ്കിൽ നമ്മുടെ റിസൾട്ട് ഇൻ ദ ബ്ലീഡിങ് ഓഫ് ദ ഗംസ്. വൈറ്റമിൻ ഡി യൂഷ്വലി നമുക്ക് ആവശ്യമുണ്ട് ബോൺ സ്ട്രെങ്തനിങ്. ആബ്സല്യൂട്ട്ലി യെസ്, ദാറ്റ് ഇസ് ലൈക്ക് ഫോർ ദ ബോണിന് നമുക്ക് സ്ട്രെങ്ത് ആണ്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ദ ടൂത്ത്. Particularly it can be damaged only because of these causes. ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ. വേറെ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കാൻ? പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും റെഗുലർലി 6 months ചെക്കപ്പ് ചെയ്യുക. മാൻഡേറ്ററി ആയിട്ട് പ്രോപ്പർ പ്രൊഫലാക്സിസ്, ദാറ്റ് ഈസ് സ്കെയിലിംഗ് ആൻഡ് പോളിഷിംഗ്. ഇപ്പൊ ടേംസ് നമ്മൾ ലോക്കലിൽ ക്ലീനിങ് പറയണ അതല്ല ശരിക്കും ടേം. നമ്മൾ സ്കെയിൽ ചെയ്യണം. സ്കെയിൽ ചെയ്തിട്ട് പിന്നെ അതിനെ പോളിഷ് ചെയ്ത് വേണം. വെറും സ്കെയിലിംഗ് അൾട്രാസോണിക് ഭയങ്കര ഷാർപ്പ് ടിപ്പ് കൊണ്ട് സ്കെയിൽ ചെയ്തിട്ട് വെറുതെ വിടാൻ പാടില്ല. വി ഹാവ് ടു ഡു ഇറ്റ് നൈസ്ലി പോളിഷിംഗ് ചെയ്യണം, സോ ദാറ്റ് ആ ഇറഗുലാരിറ്റീസ് മാറി വരും. സോ അത് എവറി 6 months പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകാൻ പേടിക്കേണ്ട ആവശ്യമില്ല. അവർ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇന്റിമേഷൻ തരും, ഇവിടെ കുഞ്ഞു കുഞ്ഞു ക്യാവിറ്റീസ് ഉണ്ട്, അത് ആ പോഡുകൾ ക്ലീൻ ചെയ്തിട്ട് ഫിൽ ചെയ്യുക. നല്ല ഫില്ലിംഗ് കൊടുക്കുകയാണെങ്കിൽ ആ ക്യാവിറ്റി അത്ര ഡീപ്പ് ആവില്ല, ബാക്ടീരിയസ് അത്ര ഡീപ്പായിട്ട് പോയിട്ട് നമുക്ക് ഇൻഫെക്ഷനിലോട്ട് പോകില്ല. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആവശ്യം വരില്ല. സോ നമ്മൾ ആദ്യം തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. സോ വി ജസ്റ്റ് ഡു ദാറ്റ് പ്രോപ്പർ ഫില്ലിംഗ് ആൻഡ് വിൽ ബി ഫൈൻ. പിന്നെ ഒരു ഗമ്മിന്റെ ക്ലീനിങ് ചെയ്യിപ്പിക്കുക, പ്രോപ്പറായിട്ട് പ്രൊഫലാക്സിസ് ചെയ്ത് വിടുക. പിന്നെ വൺസ് ഇസ് ലൈക്ക് ഫ്ലോസിങ്. നമുക്ക് കുറെ ആൾക്കാർക്ക് ബ്രഷിംഗ് ടെക്നിക്ക് അറിയില്ല. നല്ലതായിട്ട് ബ്രഷിംഗിന്റെ ടെക്നിക്കും ഡോക്ടർ പറഞ്ഞു തരും. ഈവൻ ഞാൻ ഐ വുഡ് സേ ഫോർ ദ സ്മോൾ കിഡ്സ്, കുഞ്ഞു പിള്ളേർക്ക് മൂമെന്റ് വായിൽ ടൂത്ത് വരുമ്പോൾ തന്നെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് വരണം. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. കുറച്ചും കൂടി വലുതായി കഴിഞ്ഞിട്ട് തന്നെ പിള്ളേർ ഡോക്ടറിന്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, കൊച്ചു പിള്ളേർ ബോൺ ആവുമ്പോൾ തന്നെ ഐ വുഡ് സേ ലൈക്ക് ഒരു 1 year ഒക്കെ ആവുമ്പോൾ ഡെഫിനറ്റ്ലി ഡെന്റിസ്റ്റിന്റെ അടുത്ത് വന്നാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അമ്മയ്ക്ക്, ലൈക്ക് ഹൗ യു ടു ടേക്ക് കെയർ ഓഫ് ദ ഗം പാഡ്സ് എപ്പോഴാണ്. ബിക്കോസ് കുറെ നഴ്സിംഗ് ബോട്ടിൽ കേരീസ് നമ്മൾ കുറെ ഫൈൻഡ് ഔട്ട് ചെയ്യും. ചിലവർക്ക് അറിയില്ല, കുഞ്ഞ് ബോട്ടിൽ ഇത് വെള്ളം പാല് കുടിച്ചു കഴിഞ്ഞിട്ട് തന്നെ ടീത്തിൽ അവിടെ കുറെ ബാക്ടീരിയസ് അക്യുമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് നഴ്സിംഗ് ബോട്ടിൽ കേരീസ് വരും. സോ വായിലിങ്ങനെ പാല് കുടിച്ചിട്ട് തന്നെ ഉറങ്ങുകയാണ്. സോ അതിൽ ലാക്ടോസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ലൈക്ക് പ്രോപ്പർ ഷുഗർ കണ്ടന്റ് നമ്മൾ വായിലുള്ളിൽ വെച്ചിരിക്കുകയാണ്. ദാറ്റ് വിൽ ഡെവലപ്പ് ഇൻ ദ ഗ്രോത്ത് ഫോർ ദ ബാക്ടീരിയസ് വിച്ച് ഇസ് നോട്ട് ഗുഡ്. സോ അതൊക്കെ നമ്മൾ അത് ക്ലീൻ ചെയ്ത് വെക്കണം. അതിലൊരു ഹൈജീൻ എങ്ങനെയാ ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ ഇത് ചെറുതല്ല, വലുതല്ല, ഏറ്റവും വലുതല്ല, ലൈക്ക് എൽഡർ മോസ്റ്റും അല്ല, എല്ലാവർക്കും ആവശ്യമാണ്. എല്ലാം 6 months മാൻഡേറ്ററി ഡെന്റിസ്റ്റിന്റെ അടുത്ത് പ്ലീസ് വിസിറ്റ് ചെയ്യുക ആൻഡ് ഗെറ്റ് ഇറ്റ്.
താങ്ക് യു. താങ്ക് യു.